ദേശീയ ഗെയിംസില് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് മോശം പ്രകടനമാണ് ഉണ്ടായത്. അപ്പൊ തുടങ്ങിയ അടിയാണ്. ഒരു ഭാഗത്ത് കായിക മന്ത്രി, മറ്റേ ഭാഗത്ത് കേരള ഒളിമ്പിക് അസോസിയേഷൻ. ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഇത്തവണ ദേശീയ ഗെയിംസിൽ കേരളം കാഴ്ചവെച്ചത്. കേരളം 14ാം സ്ഥാനത്താണ്. അടിപൊളി കഴിവുള്ള ക്രാങ്ങൾ ഉണ്ടായിട്ടും കുട്ടികളെ കറക്റ്റ് ആയിട്ട് പരിശീലനം കൊടുക്കാത്തതില് വീഴ്ച സംഭവിച്ചത് ആരുടെ ഭാഗത്തായിരിക്കും? ഇന്ത്യയിലെ സ്പോർട്സ് തന്നെ താഴേക്ക് പോകാൻ കാരണം ഇത്തരം കായിക സംഘടനകൾ തമ്മിലുള്ള സ്പർദ്ധയും അടിയുമാണ്. ഇപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള വലിയ ശ്രമം അവിടെ നടക്കുകയാണ്. ഇതാരാണ് മനസ്സിലായില്ലല്ലോ. അയ്യോ, കായിക മന്ത്രിയല്ലേ? സോറി ട്ടാ, മറന്നുപോയതാണ്. നിങ്ങൾ അധികം അങ്ങനെ പുറത്ത് കാണാറില്ല, അതുകൊണ്ട് മറന്നുപോയതാണ്ടാ. അതെ, ഇന്ത്യയിലെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇവിടത്തെ കാര്യം നോക്കിയിട്ട് പോരെ ബാക്കി കാര്യം. ഈ ടീം പോകുന്നതുമായി ബന്ധപ്പെട്ട് ധർമ്മ ഹാളിൽ നിയമസഭയ്ക്കുള്ളിൽ മീറ്റിംഗ് വിളിച്ച സമയത്ത് ഈ എല്ലാ കായിക സംഘടനകളിലും പ്രസിഡന്റുമാരുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞു, നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഞാൻ തവണ എനിക്ക് അത്ര ശുഭാപ്തി വിശ്വാസമില്ല. ഞാൻ അവരോട് തുറന്നു പറഞ്ഞതാ. അമ്പോ, ത്രികാലജ്ഞാനി തന്നെ. ദേശീയ ഗെയിംസിലെ കുട്ടികളുടെ പ്രകടനം മോശമായിരിക്കുന്നു മുമ്പേ കൂട്ടി മിനിസ്റ്റർക്ക് അറിയായിരുന്നു അല്ലേ? അതൊരു പ്രത്യേകതരം കഴിവാണല്ലോ. ഓ, കുട്ടികൾക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്തിട്ടില്ല എന്ന് സ്വയം ബോധ്യമുണ്ടല്ലേ? ഞാൻ അതും മറന്നുപോയി. അവിടെ പല സ്പോർട്സ് മന്ത്രിമാർ മറ്റ് സംസ്ഥാനങ്ങൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹരിയാനയിലെ മന്ത്രി അവിടെ വന്നിട്ട് അവർക്ക് മെഡലിലോ ചെറിയ കുറവ് വന്നു. അപ്പോൾ അവർ ഓരോരുത്തരും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത്, അദ്ദേഹം നേരിട്ടെത്തി പരിശോധിക്കുകയാണ്. ഞാൻ 3 നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, നാഷണൽ ഗെയിംസിൽ. ഇന്ന് വരെ നമ്മുടെ മിനിസ്റ്ററെ കണ്ടിട്ടില്ല. മിനിസ്റ്റർ ഇവിടെ ഇരുന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പുള്ളി പറയണത്. പിന്നെ എന്തിനാ അങ്ങോട്ട് വരണം? നല്ല നിലവാരം ഇപ്പോൾ നമ്മൾ പുലർത്തുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ 1400 കോടിയാണ് നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി സ്പോർട്സ് വരുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാഠപുസ്തകം കൊണ്ടുവരുന്നത്, പഞ്ചായത്തുകളിൽ സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം അടക്കം കാര്യങ്ങൾ, ബേസിക് സ്പോർട്സിൽ ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ഇത്രയൊക്കെ പണ്ടിറക്കിയിട്ടുണ്ടായിരുന്ന ഒളിമ്പിക് അസോസിയേഷൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആകെ മൊത്തം കൺഫ്യൂസൺ ആയല്ലോ. ഇദ്ദേഹം വന്നതിന് ശേഷം കിട്ടിയത് വെറും 5 ലക്ഷം രൂപയാണ്. ആ 5 ലക്ഷം രൂപ കിട്ടിയത് കഴിഞ്ഞ വർഷം. ആ 5 ലക്ഷം രൂപയിൽ ഞങ്ങൾ 5 ലക്ഷം രൂപയ്ക്ക് പകരമായിട്ട് 10,70,000 രൂപയ്ക്ക് ഞങ്ങൾ എക്യുപ്മെന്റ്സ് വാങ്ങിച്ച് ഞങ്ങൾ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ പ്രകടനം ദയനീയമാവാൻ കാരണം ഇവിടുത്തെ കായിക മന്ത്രിയും ഇവിടുത്തെ കായിക വകുപ്പാണെന്നാണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ അഭിപ്രായം. പക്ഷെ അതിനെന്താ പ്രശ്നം? ഇത്തരത്തിലെ വിമർശനങ്ങൾ നടത്തുമ്പോൾ ഈ പണം വാങ്ങി പുട്ടടിക്കുന്ന ആളുകൾ തന്നെ അത് തീരുമാനിക്കണം. അവരാദ്യം നന്നാവും. ഒളിമ്പിക് അസോസിയേഷനും കായിക മന്ത്രിയും തമ്മിലുള്ള പോര് ഇത്രയും കടുക്കാൻ കാരണം ഇത് മന്ത്രിയുടെ 2 പരാമർശമാണ്. ഒന്ന് ഇതാണ്, പലരും കാശ് വാങ്ങി പുട്ടടിക്കുന്നുണ്ടാണ് നമ്മൾ ഗതി പിടിക്കാത്തത്. അത് ഫണ്ട് വാങ്ങി പുട്ടടിച്ചു, ഫണ്ട് വാങ്ങിയിട്ട് അത് പുട്ടടിച്ചു, അത് തിരുത്താൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെയും പറഞ്ഞു, ഫണ്ട് തന്നാൽ മാത്രമേ പുട്ടടിക്കാൻ കഴിയുള്ളൂ. ഫണ്ട് തരാതെ പുട്ടടിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നിങ്ങളിങ്ങനെ ഇമോഷണലാവില്ലെന്ന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഫണ്ട് കൊടുത്തിരുന്നു കായിക മന്ത്രി, ഇല്ലാന്ന് ഒളിമ്പിക് അസോസിയേഷൻ. ഇല്ലത്തൂന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മ തൊട്ട് എത്തിയതുമില്ല. അപ്പൊ കൊടുത്തു പറഞ്ഞ കാശുണ്ടേ. ഇത്തവണ പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് പോലും 4.5 കോടി രൂപ നാഷണൽ ഗെയിംസിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചു എന്നുള്ളതാണ് സത്യം. സംസ്ഥാന സർക്കാർ കാശ് കൊടുത്തുന്നാണല്ലോ അപ്പൊ സ്പോർട്സ് കൗൺസിൽ പറയണത്. മോശം പ്രകടനത്തിന്റെ ക്ഷീണം മാറാൻ വേണ്ടിട്ട് കാശിന്റെ കാര്യം ചുമ്മാ തള്ളിയതാണോ ചേട്ടാ? കഴിഞ്ഞ 4 വർഷമായി ഈ മേഖലയിൽ ഒന്നും ചെയ്തിട്ടില്ല. സ്പോർട്സ് മേഖലയിൽ സ്പോർട്സുകാർക്കോ കായിക താരങ്ങൾക്കോ ഗുണകരമായ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഈ നാഷണൽ ഗെയിംസിൻ്റെ തലേ ദിവസം കൊണ്ടുവന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും ഇതും കൊടുത്തുകൊണ്ട് 10 ദിവസത്തെ ക്യാമ്പ് കൊണ്ട് ഏതെങ്കിലും കുട്ടി സ്വർണം നേടും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോച്ചിനെ കൊണ്ട് സ്വർണം മേടിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള അമാനുഷിക ശക്തിയുള്ള ഒരു കോച്ചസും കേരളത്തിലില്ല. കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവാത്തോണ്ട് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കാൻ പോവാണെന്നാണ് അറിഞ്ഞത്. പണിയാവോ മിനിസ്റ്ററെ? ഇവരെ ഇത്തരം വിമർശനങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത്തരം വിമർശനവും ഭയപ്പെടുത്തലൊക്കെ അവർ സ്വന്തം നടത്തിയാൽ മതി. എൻ്റെ അടുത്ത് ഇതും കൊണ്ട് ആരും വരണ്ട. പിന്നല്ല, മുഖ്യമന്ത്രിയുടെ ടീമിലെ പടയാളിയുടെ അടുത്താണോ ഭീഷണി കൊണ്ടുവരുന്നത്? പോയി പണി നോക്കണം മിച്ചർ. ഒരു സ്വർണം ഒരു സംസ്ഥാനത്തിന് ആദ്യം കൊടുത്തു, ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടായി. നിങ്ങൾക്ക് സ്വർണം ഹരിയാന എടുക്കട്ടെ, സിൽവർ കേരളം വാങ്ങിക്കും, അതിന് സെറ്റിൽ ചെയ്ത് പോകുന്നില്ലേ സംഘടന? ഒരു അസോസിയേഷൻ, കേരളത്തിൽ ഒരു അസോസിയേഷൻ ചെയ്തതാ ഈ ദേശീയ ഗെയിംസിൽ. മന്ത്രിയുടെ ഈ പരാമർശമാണ് അടുത്ത പുകിലുണ്ടാക്കിയത്. മെഡലിന്റെ കാര്യത്തിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടന്നു.
കാശിന്റെ കണക്കും കായിക വകുപ്പ് ഇവിടെ നടത്തിയ പദ്ധതികളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനത്തെ പരാമർശം നടത്തുമ്പോ കുട്ടികളുടെ ആത്മവീര്യം ചോർന്നോ ഉറപ്പാണ് കേട്ടാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് കളിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഈ മെഡൽ തന്നെ കിട്ടിയത്. അപ്പോൾ ആ പ്രസ്താവന തികച്ചും തെറ്റായിട്ടുള്ളതാണ്. അത് ആര് പറഞ്ഞു, എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയണം. രണ്ടു കൂട്ടരുടെയും പോരിന്റെ ഇടയിൽ പിള്ളേരെ സങ്കടം ആരെങ്കിലും കാണുന്നുണ്ടാവോ? ഏയ് അതില്ല. പരസ്പരം കുറ്റപ്പെടുത്താനും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കാനും തന്നെ നേരില്ല. പിന്നല്ല കുട്ടികളുടെ കാര്യം നോക്കല്. അത് ആദ്യം പറഞ്ഞതിൻ്റെ വട്ടപൂജ്യമാണെന്ന്. അതുകൊണ്ടാണല്ലോ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് തുടരാൻ തന്നെയാണ് ഉദ്ദേശം. അത് കണക്കിലുണ്ടല്ലോ, സർക്കാരിൻ്റെ ജിയോ ഉണ്ടല്ലോ, അതെടുത്ത് പരിശോധിച്ച് നോക്ക്. അപ്പോൾ ഈ പുട്ടടി എന്ന് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതിലൊന്നൊരു വ്യത്യാസമില്ല. കേരളത്തിന്റെ വ്യവസായങ്ങളെ പൊക്കി പറഞ്ഞ് ശശി തരൂര് എഴുതിയ ലേഖനം വായിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് മാറിയിട്ടില്ല. അതിനേക്കാളും ഞെട്ടലുണ്ടാക്കിയത് പുള്ളി പറഞ്ഞത് തന്നെ പിന്നെയും പറയണമെന്നുള്ളതാണ്. അങ്ങനെ ആകെ സെഡായിട്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ആശ്വാസമായി തരൂര് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. പെരിയയിൽ കൊല്ലപ്പെട്ട ശരത് ലാലിനും കൃപേഷിനും പ്രണാമം അർപ്പിച്ച് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ CPIM വിശേഷിപ്പിച്ച ഒരു പദമുണ്ട്, നരഭോജി. ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതോടെ കോൺഗ്രസ് നേതാക്കളുടെ ശ്വാസം ഒന്ന് നേരെ വീണു. എവിടെ ഒരു വിവാദം ഉണ്ടായപ്പോഴത്തേക്കും ശശി തരൂര് മുന്നണി വിടാൻ പോണു എന്നൊക്കെ കഥ മെനഞ്ഞൂര് എന്തേ കണ്ട. ഫേസ്ബുക്ക് പോസ്റ്റിൽ CPIMകാരെ നരഭോജി എന്നാണ് ശശി തരൂര് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ, കേരളത്തിനെ കുറിച്ചും കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നല്ലത് പറയുന്നതേ പാർട്ടിയുടെ നയത്തിനെതിരായിട്ടുള്ളൂ. ഇങ്ങനെയുള്ള പദപ്രയോഗമൊക്കെ എത്ര വേണമെങ്കിലും നടത്തിക്കൊള്ളൂട്ടോ, ഒരു കുഴപ്പമില്ല. ഇവർ ഭരിക്കുന്നു, അവരെ പുറത്തു വിടുന്നു, അവർ തോന്നുന്നത് പോലെ ചെയ്യുന്നു, ഈ നാട് മുൻപോട്ട് പോകുന്നു. ഇത് CPM ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ കാലത്തും ഉണ്ടായ സംഭവമാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പ്രതിരോധങ്ങളും അതിനുള്ള പ്രതിഷേധങ്ങളും അതിനുള്ള വിമർശനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. പെരിയ കേസിലെ വിമർശനത്തിന്റെ കാര്യമാണ് KPCC പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞത്. മൂപ്പരിങ്ങനെ കത്തിക്കേറി വരുമ്പോഴാണ് ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റില് ഒരു മാറ്റം കാണുന്നത്. CPIM നരഭോജി എന്ന് വിശേഷിപ്പിച്ച ആ പദപ്രയോഗം അപ്രത്യക്ഷമായി. സംതിങ് ഫിഷി. ശശി തരൂര് ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിലൊന്നിലും തളർന്നു പോകുന്നവരല്ല കോൺഗ്രസ് നേതാക്കള്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സംസ്കാര സമ്പന്നമായി എങ്ങനെ പ്രസംഗിക്കാമെന്ന് സുധാകരൻജി തന്നെ പറഞ്ഞു. എന്തിനാണ് ഈ കുട്ടികളെ ഇല്ലാതാക്കിയത് എന്നതിന് CPMന്റെ തെണ്ടികൾ മറുപടി പറയണം. എന്ത് കിട്ടി അവർക്ക്? CPMന് എന്ത് കിട്ടി? CPM ഇവിടെ ജയിച്ചോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടിയോ CPMന്? എന്ത് കിട്ടി CPMന്? രണ്ട് ചെറുപ്പക്കാരെ, രണ്ട് കുടുംബത്തെ തെരുവാധാരമാക്കിയ ഈ നാണം കെട്ട ചെറ്റകൾക്ക് എന്ത് കിട്ടി എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കണം. എങ്ങനെയുണ്ട് പദപ്രയോഗം? നന്നായിട്ടില്ലേ? ഇനി അടുത്തതായി സുധാകരൻജിയുടെ വക ചരിത്രം പറയലാണ്. കണ്ണൂരിലെ കോൺഗ്രസിന് ഈ CPMന്റെ അക്രമത്തെയൊന്നും വലിയ ഭയപ്പാടും ആശങ്കയൊന്നും നമുക്ക് ആർക്കും ഇല്ല. ഞങ്ങൾ അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങൾ അവരെ ഓടിച്ചിട്ടുണ്ട്, ഞങ്ങളും അവരെ കിടത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ. അത് സ്വാഭാവികമാണ്. ഞങ്ങൾ അടിയിടിയും വെട്ടും കുത്തും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന് തുറന്നു പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് നമ്മളാരും കാണാണ്ട് പോയത് കേട്ടോ. ഇതാണ് പറയുന്നത് സുധാകരൻജി ഭയങ്കര നിഷ്കുവാണെന്ന്. അടിക്കാനും ഇടിക്കാനും ഒക്കെ നടക്കുന്ന ഒരു പ്രത്യേക തരം നിഷ്കു. സുധാകരൻജിയുടെ ഉപദേശമൊക്കെ കേട്ടില്ലേ? അപ്പൊ പുതിയ തലമുറയിൽ ആരെങ്കിലും വന്ന് മറുപടി പ്രസംഗം നടത്തൂ. ഇപ്പോ പരോളിന് അപേക്ഷിച്ചിട്ടുള്ള രണ്ട് CPMന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രനും, അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ അങ്ങനെ പരോളിൽ ഇറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. രാഹുലേട്ടാ, നിങ്ങളിപ്പോ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകനല്ലേട്ടാ, ഒരു MLA ആണ്. ഒരു MLA സമാധാനത്തോടെ ഇവിടെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയണത് തെറ്റല്ലേ ഉണ്ണിയെ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഗാന്ധി മാർഗത്തിലൂടെ ചിന്തിക്കുന്ന ഒരു തെറിവിളിയും ഭീഷണിയൊക്കെ നടത്തുമ്പോഴാണ് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ തോന്നണം.